പുറത്തേക്കിറങ്ങി ഇബ്രാഹിമിനടുത്തേക്ക് ഒരു ഗാർഡ് വരുന്നു. ഇബ്രാഹിം ആകാ, ഇൻക്യാരത്തിന് ഇസ്താംബൂളിൽ നിന്ന് ലെറ്റർ വന്നിട്ടുണ്ട്. ഇബ്രാഹിം അത് വാങ്ങിച്ചു. വേറെ ഏതെങ്കിലും ലെറ്റർ ഉണ്ടോ? ഒരെണ്ണം നിങ്ങൾക്കും വന്നിട്ടുണ്ടാകാം. ഇബ്രാഹിം അത് വാങ്ങി. പാർഗളി ഇബ്രാഹിം, സുലൈൻമാൻ വിളിച്ചു. ഇബ്രാഹിം നോക്കിയപ്പോൾ സുലൈൻമാൻ അയാളുടെ അടുത്തേക്ക് വരുന്നു. ഇൻക്യാരം, അങ്ങേക്കൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ഇബ്രാഹിം അത് കൊടുത്തുകൊണ്ട് പറഞ്ഞു. സുലൈൻമാൻ അത് വാങ്ങിയിട്ട് ഇബ്രാഹിമിൻ്റെ കയ്യിലിരിക്കുന്ന ലെറ്ററിലേക്ക് നോക്കുന്നു. ഈ ലെറ്ററും എനിക്കുള്ളതാണോ? ഇത് ട്രഷറർ കൊടുത്തുവിട്ട ഡോക്യുമെൻ്റാണ്. അങ്ങേക്ക് ആവശ്യമുള്ളപ്പോൾ പരിശോധിക്കാം. ഇബ്രാഹിം അത് പറഞ്ഞുകൊണ്ട് അയാൾക്ക് നേരെ നീട്ടി. സുലൈൻമാൻ ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു പോകുന്നു. ഇബ്രാഹിമിന് ആശ്വാസമായി. സുലൈൻമാൻ ലെറ്റർ തുറന്ന് വായിക്കുന്നു. എൻ്റെ ജീവൻ്റെ ജീവനായ സുൽത്താനെ, അങ്ങയെ ഒന്ന് കാണാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ രാജകുമാരൻ മുഹമ്മദ് നിങ്ങളുടെ മടിയിലിരിക്കാനും ആ കൈകൊണ്ടുള്ള സ്നേഹത്തലോടൽ അനുഭവിക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. ഷഹസാദ് മുഹമ്മദിന് 5 പല്ലുകൾ വന്നിട്ടുണ്ട്. നിങ്ങളുടെ മറ്റൊരു രാജകുമാരൻ എൻ്റെ വയറ്റിൽ കിടന്നെന്നെ ചവിട്ടുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ രാവും പകലും ഒന്നും അറിയുന്നില്ല. നിങ്ങളില്ലാത്ത ഇവിടെ എനിക്ക് വിരഹവും നിരാശയും മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ. എനിക്ക് അങ്ങയോടുള്ള സ്നേഹം എഴുതി തീർക്കാൻ ഈ കടലാസ് മതിയാവില്ല. നിങ്ങളുടെ മറുപടിക്കായി ഞാൻ കാത്തിരിക്കുന്നു. സുലൈൻമാൻ നെടുവീർപ്പെട്ടു. ഇബ്രാഹിം ലെറ്ററുമായി കടൽ തീരത്തേക്ക് പോയി നിന്നു. ഖദീജ സുൽത്താനയുടെ ലെറ്ററായിരുന്നു. നിങ്ങളിൽ നിന്നുള്ള വേർപിരിയലാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും കഠിനമായ കാര്യം. നിങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളിൽ മാത്രമാണ് ഞാൻ നിലനിൽക്കുന്നത്. നിങ്ങൾ എനിക്ക് തന്ന പ്രതീക്ഷയുടെ ഒരു തുള്ളി, അതിലാണ് ഞാൻ ആശ്വാസം കണ്ടെത്തുന്നത്. സ്വർഗത്തിലെ പൂന്തോട്ടത്തിലെ പനിനീർപ്പൂവും വാനമ്പാടിയും തമ്മിലുള്ള നിർമ്മലമായ സ്നേഹം പോലെയാണ് നമ്മുടെ സ്നേഹമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നു. മാത്രാശി ഇബ്രാഹിമിനടുത്തേക്ക് വരുന്നു. ഇബ്രാഹിം കണ്ണു തുടയ്ക്കുന്നു. താൻ കരയുന്നത് ഞാൻ കണ്ടു, എന്നോട് ഒളിപ്പിക്കണ്ട. അവളൊരു പ്രണയ കവിത പാടുന്നു. രണ്ടുപേരും ചിരിച്ചു. സാദിക ഷഹസാദ് മുസ്തഫയുടെ ക്ലാസ്സിലേക്ക് വരുന്നു. ക്ഷമിക്കണം മാഷെ, ഷഹസാദ് മുസ്തഫയെ വിളിച്ചുകൊണ്ട് വരാൻ വാലിദ സുൽത്താന പറഞ്ഞു. കുറച്ചു നേരം വെയിറ്റ് ചെയ്യേ, ഇപ്പോൾ എഴുതുന്ന ഒന്ന് തീർത്തോട്ടെ. സാദിക വെയിറ്റ് ചെയ്യേ, ഷഹസാദ് മുസ്തഫ പറയുന്നു. മുഹമ്മദ് സലബിക്ക് ചുമ വരുന്നു. ചുമച്ച് അയാൾ നിലത്ത് വീണുപോയി. വാ ഷഹസാദ്, നമുക്ക് പോയി ഫിസിഷ്യനെ വിളിച്ചുകൊണ്ട് വരാം. സാദിക ഷഹസാദ് മുസ്തഫയും വിളിച്ചുകൊണ്ട് പോകുന്നു. അവർ സുംബുലാഗയെ വിളിക്കുന്നു. സുംബുലാഗ, എന്തിനെവിടെ വന്ന് വെച്ച് വയ്ക്കുന്നത്? സുംബുൽ പുറത്തേക്ക് ഇറങ്ങിവെന്ന് ചോദിച്ചു. മുഹമ്മദ് സലബി ചുമച്ച് തലകറങ്ങി വീണു. മുസ്തഫ പറഞ്ഞു. അള്ളാ, ഞാൻ പോയി നോക്കട്ടെ. സുംബുൽ പോകുന്നു. നിഗാർ കാഫ ഹുറത്തിനോട് പറയുന്നു. ഇന്ന് നീ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. സുൽത്താൻ സുലൈൻമാൻ എനിക്കൊരു മറുപടി അയക്കുമായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി ബെറ്റർ ആയേനെ. അത് വരും. സുൽത്താൻ സുലൈൻമാൻ തന്നെ താമസിയാതെ ഇങ്ങോട്ടേക്ക് എത്തും, നിഗാർ പറഞ്ഞു. ചിലപ്പോൾ അദ്ദേഹം എനിക്ക് വിട്ട മറുപടി കത്ത് മാഹിദേവരാൻ എടുത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കും. ഹുറം ഹാത്തൂൻ, ഇങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. ഇത്തരം ചിന്തകൾ നിനക്ക് തന്നെ ദോഷം ചെയ്യും. മാഹിദേവരാൻ സുൽത്താൻ അങ്ങോട്ട് വരുന്നു. നിഗാർ അവരെ കുമ്പിട്ടു. കൺഗ്രാജുലേഷൻ ഹുറം, നീ ഒരു സുന്ദരൻ ഷഹസാദിനെ പ്രസവിച്ചു എന്ന് ഞാൻ കേട്ടു. ഹുറം ഒന്നും മിണ്ടാതെ പോകാൻ പോകുന്നു. ഞാനൊരു ഷഹസാദിനെ പ്രസവിക്കും, ഞാൻ വീണ്ടും ഷഹസാദിനെ പ്രസവിക്കും. ഇങ്ങനെയല്ലേ നീ അവിടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത്? ഹുറം അവിടെ നിന്നിട്ട് അവരെ നോക്കി. വാ, നമുക്ക് പോകാം, ഫിസിഷ്യൻ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്, നിഗാർ പറയുന്നു. അതെ, ഞാൻ അങ്ങനെ തന്നെയാണ് വിളിച്ചു പറഞ്ഞു നടന്നിരുന്നത്. ഇപ്പോഴും പറയുന്നു, ഞാൻ ഇനിയും ഒരുപാട് ഷഹസാദുമാരെ പ്രസവിക്കും. പക്ഷെ നിങ്ങൾക്ക് ഇനിയൊരു സുൽത്താനെ പോലും പ്രസവിക്കാനാവില്ല. മാഹിദേവരാൻ്റെ മുഖം മാറി. ഇൻക്യാരം നിങ്ങളെ ഒന്ന് തൊടുക പോലുമില്ല. അദ്ദേഹം ഇനി ഒരിക്കലും നിങ്ങളെ ആവശ്യപ്പെടില്ല, ഹുറം പറഞ്ഞു. നീ പറഞ്ഞ ഈ വാക്കുകൾ നീ തന്നെ ഓർത്തു വെച്ച ഹുറം ഹാത്തൂൻ. നമുക്ക് കാണാം എന്ത് സംഭവിക്കുമെന്ന്, മാഹിദേവരാൻ പറഞ്ഞു. തീർച്ചയായും എൻ്റെ സുൽത്താന, ഞാനിത് മറക്കില്ല. അവൾ കുമ്പിട്ടിട്ട് പോകുന്നു. വരൂ നിഗാർ കാഫ, നമുക്ക് പോകാം. ഷഹസാദ് മുസ്തഫ വാലിദ സുൽത്താനയോട് പറയുന്നു. എൻ്റെ മാഷ് ഒരുപാട് ചുമച്ചു, എന്നിട്ട് ബോധം കെട്ട് നിലത്ത് വീണു. എന്നിട്ട് വാലിദ സുൽത്താന ചോദിച്ചു. ഞങ്ങൾ പോയി സുംബുലാഗയെ വിവരം അറിയിച്ചു, സാദിക പറഞ്ഞു. വാലിദ സുൽത്താന സംശയത്തോടെ ഇരിക്കുന്നു. ഫിസിഷ്യൻ മുഹമ്മദ് സലബിയെ ചെക്ക് ചെയ്യുന്നു. എന്തുപറ്റി അദ്ദേഹത്തിന്? സുംബുലാഗ ചോദിച്ചു. ആശുപത്രിയിൽ കൊണ്ടുപോകാതെ എനിക്കൊന്നും പറയാനാവില്ല. ഇദ്ദേഹത്തിന് നല്ല പനിയുണ്ട്. അവിടെ ചെന്നാൽ എന്തെങ്കിലും പറയാനാവും, ഫിസിഷ്യൻ പറഞ്ഞു. ശരി, വേഗം കൊണ്ടുപോകാം. ആവശ്യമായതെല്ലാം ചെയ്യാം, സുംബുൽ പറഞ്ഞു. വേണ്ട, എനിക്ക് ആശുപത്രിയിലേക്ക് പോകണ്ട. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പൊക്കോളാം. എൻ്റെ അമ്മ എന്നെ നോക്കിക്കോളും. എനിക്കൊരു ജലദോഷം വന്നതാണ്, ഒന്ന് റെസ്റ്റ് എടുത്താൽ മാറിക്കോളും, വാലിദ സുൽത്താന ദായ ഹാത്തൂനോട് പറയുന്നു. എനിക്ക് പേടിയാവുന്നു ദായെ, ഈ അസുഖം എന്താണെന്ന് ഓർത്തിട്ട്. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല സുൽത്താന. സുംബുൽ കയറി വരുന്നു. വരൂ സുംബുൽ, എൻ്റെ സുൽത്താന. മുഹമ്മദ് സലബിക്ക് എങ്ങനെയുണ്ട്? ഫിസിഷ്യൻ അദ്ദേഹത്തെ ചെക്ക് ചെയ്തു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയാലേ കൂടുതൽ എന്തെങ്കിലും പറയാൻ പറ്റൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ മുഹമ്മദ് സലബിക്ക് വീട്ടിൽ പോയാൽ മതിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹത്തിനൊരു ജലദോഷം പിടിച്ചതാണ്, റെസ്റ്റ് എടുത്താൽ മാറുമെന്നാണ് അദ്ദേഹം പറയുന്നത്. വാലിദ സുൽത്താന തലയാട്ടി.
ശരി, നിങ്ങൾ പൊക്കോ സുംബുൽ. സുംബുൽ പോകുന്നു. ഒരു ജലദോഷം വന്നയാൾ എങ്ങനെയാ ചുമച്ച് ചുമച്ച് ബോധം കെട്ട് വീഴുന്നത്? വാലിദ സുൽത്താന ചോദിച്ചു. സുൽത്താന, പറ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? മുസ്തഫയ്ക്ക് വേണ്ടി മറ്റൊരു ടീച്ചറെ കണ്ടെത്തണം. അവൻ്റെ പഠനം തടസ്സപ്പെടരുത്. ഹുറം നിഗാർ കാഫിയോട് പറയുന്നു. ഞാൻ മാഹിദേവരാനെ കൊണ്ട് തോറ്റു. എപ്പോഴും വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എന്നെ വിഷമിപ്പിക്കുന്ന വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. അത് കേട്ട് ഗുൽനിഹാൽ അവളെ നോക്കി. അവർ പറയുന്നതിനൊപ്പം നീ മറുപടി പറയാൻ നിൽക്കണ്ട. നീയും അവരോടൊപ്പം നിന്ന് ഓരോന്ന് പറയുകയാണ്. നിഗാർ, എനിക്ക് നീ മാത്രമേ ഫ്രണ്ടായുള്ളൂ. ഹരത്തിലുള്ള എല്ലാവർക്കും എന്നോട് വെറുപ്പാണ്, ഹുറം പറഞ്ഞു. നിന്റെ പറച്ചിൽ കേട്ടാൽ തോന്നും നിനക്കെല്ലാവരോടും ഇഷ്ടമാണെന്ന്. നിനക്ക് ഹരത്തിൽ ഇഷ്ടമുള്ള ഒരു 3 പേരുടെ പേര് പറഞ്ഞേ, നിഗാർ പറഞ്ഞു. ഹുറം ഗുൽനിഹാലിനെ നോക്കി. അവൾ മുഖം തിരിച്ചു. ഹുറം ഒന്നും മിണ്ടാനാവാതെ നിഗാറിനെ നോക്കി. ആരുമില്ല. നോക്ക്, നിനക്കിഷ്ടമില്ലാത്ത ആളുകൾ എങ്ങനെയാണ് നിന്നെ സ്നേഹിക്കുന്നത്? ഇവിടുത്തെ പെണ്ണുങ്ങളോട് സ്നേഹത്തോടെ പെരുമാറാൻ ശ്രമിക്കുക. അതിനുള്ള അവസരങ്ങൾ വരും. അവർക്ക് ഗോൾഡ് കൊടുക്കുക. ഗോൾഡ് കൊടുത്ത് എൻ്റെ വശത്താക്കാനാണോ പറയുന്നത്? ഗോൾഡിന് വേണ്ടിയാണ് അവർ മാഹിദേവരാനെ സ്നേഹിക്കുന്നത്. അവർ പരസ്പരം സ്നേഹിക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഗോൾഡ് കൈമാറുന്നു. ഒരു നാൾ ഞാൻ അവരെക്കാൾ നല്ലൊരു സുൽത്താനയായി മാറും. ഈ കൊട്ടാരത്തിലെ മാത്രമല്ല, ഈ സിറ്റിയിലെയും ഈ ലോകത്തെ തന്നെ ഏറ്റവും നല്ല സുൽത്താനയാവും, ഹുറം പറഞ്ഞു. ഗുൽനിഹാലും നിഗാറും അവളെ നോക്കി. സാദിക വാലിദ സുൽത്താനയ്ക്ക് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഞാൻ ഇതിൽ 2 തുള്ളി മെഡിസിൻ ചേർത്തിട്ടുണ്ട് സുൽത്താന. അവർ അത് വാങ്ങി കുടിച്ചു. എന്നിട്ട് പറയുന്നു, എനിക്ക് നല്ല തലവേദനയുണ്ട്. ഞാൻ തിരുമ്മിത്തരാം, തലവേദന കുറയും. ശരി, അവൾ ചെന്ന് തിരുമ്മി കൊടുക്കുന്നു. നീ നല്ല കഴിവുള്ള പെണ്ണാണ് സാദിക. നീ നിന്റെ ക്ലാസ്സിൽ പോവുകയും പഠിക്കുകയും എല്ലാം ചെയ്യുന്നില്ലേ? സമയം കിട്ടുമ്പോഴെല്ലാം പോകാറുണ്ട് സുൽത്താന. കുറച്ച് കഴുത്തിൽ കൂടി തടവു സാദിക, വാലിദ സുൽത്താന പറഞ്ഞു. ഹദീജ സുൽത്താനയും മാഹിദേവരൻ സുൽത്താനയും അങ്ങോട്ടേക്ക് എത്തി. വാലിദ, എന്തു പറ്റി? സുഖമില്ലേ? തലയും കഴുത്തും എല്ലാം വേദനിക്കുന്നു. നിങ്ങളിരിക്കെ. അവർ ഇരുന്നു. സാദിക, മതി, നീ പൊക്കോ, വാലിദ സുൽത്താന പറഞ്ഞു. സലബി മുഹമ്മദിന് സുഖമില്ലെന്ന് കേട്ടു, ഹദീജ സുൽത്താന പറഞ്ഞു. മുസ്തഫ പേടിച്ചു പോയി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മാഹിദേവരൻ ചോദിച്ചു. അങ്ങനെ പേടിക്കാൻ ഒന്നുമില്ല. ഒരു ജലദോഷമാണെന്നാ പറഞ്ഞത്. നിനക്ക് വിഷമമായോ ഹദീജ? വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. ഇല്ല, സലബി മുഹമ്മദ് വളരെ ചെറുപ്പമല്ലേ. ഒന്ന് റെസ്റ്റ് എടുത്താൽ മാറിക്കോളും, വാലിദ സുൽത്താന പറഞ്ഞു. ഇത് പകരുന്ന അസുഖമൊന്നുമല്ലല്ലോ. എൻ്റെ മുസ്തഫയെക്കുറിച്ച് ഓർത്താണ് എനിക്ക് പേടി. വിഷമിക്കാനൊന്നുമില്ല, വാലിദ സുൽത്താന പറഞ്ഞു. അവർ പരസ്പരം നോക്കി. സാദിക ആരും കാണാതെ ലെറ്റർ എഴുതുന്നു. സുൽത്താൻ സുലൈമാൻ മരണത്തെ അതിജീവിച്ച് തിരിച്ചെത്തുകയാണ്. പക്ഷേ പേടിക്കണ്ട, ഞാനിവിടെയുണ്ട്. അയാളുടെ കുടുംബത്തിനുള്ളിൽ തന്നെ ഞാൻ കയറി പറ്റിയിട്ടുണ്ട്. അയാളുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ഞാൻ. സുലൈമാനും സംഘവും ഇസ്താംബൂളിലേക്ക് എത്താറായിട്ടുണ്ട്. മാത്രാച്ചി ഒരു പെണ്ണിൻ്റെ പടം വരച്ച് ആലോചിച്ചിരിക്കുന്നു. ഇബ്രാഹിം അങ്ങോട്ട് വന്നത് അയാൾ അറിഞ്ഞില്ല. ഇബ്രാഹിം ആ പടത്തിൽ നോക്കിയിട്ട് കൈകൊട്ടി വിളിക്കുന്നു. ഞെട്ടി ഉണർന്ന് മാത്രാച്ചി ആ പേപ്പർ മറിച്ചു വെച്ചു. എന്താ മാത്രാച്ചി, താൻ പുതിയ കപ്പൽ ഡിസൈൻ ചെയ്യുകയാണോ? ഇബ്രാഹിം, നിങ്ങൾ ലെറ്റർ എഴുതുമ്പോൾ ഞാൻ വന്ന് ശല്യപ്പെടുത്താറുണ്ടോ? ഇതാർക്കാണ് എഴുതുന്നത്, എന്തിനാണ് എഴുതുന്നത് എന്നൊക്കെ ചോദിച്ച്. അത് ശരി, താൻ എന്നോട് ദേഷ്യത്തിലാണോ? അല്ല, എനിക്ക് ദേഷ്യമൊന്നുമില്ല. ആരായിരുന്നു ആ പെണ്ണ്? വിക്ടോറിയ ആണോ? മാത്രാച്ചി ഒന്നും മിണ്ടാതെ നോക്കുന്നു. പറ, ഇബ്രാഹിം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മാത്രാച്ചി ഒന്ന് പരിങ്ങി. എന്നിട്ട് പറയുന്നു, അതെ, ഇതാ നോക്ക്. അവളുടെ മുഖം മറന്നു പോകാതിരിക്കാൻ വേണ്ടി വരച്ചതാ. കണ്ടിട്ട് കുറേ മാസങ്ങളായില്ലേ? ഇബ്രാഹിം ചിത്രം നോക്കിയിട്ട് പറയുന്നു. ഈ ചിത്രം കണ്ടിട്ട് താൻ അവളെ ഒട്ടും മറന്ന ലക്ഷണമില്ലല്ലോ. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. മാത്രാച്ചി അത് വാങ്ങി ഒന്നുകൂടി നോക്കുന്നു. എന്നിട്ട് പറയുന്നു, അവൾക്ക് എത്ര ഹൈറ്റ് ഉണ്ടാവും? ഇത്രയും വരുമോ? ഇബ്രാഹിം തലയാട്ടി. അവൾ വളരെ സ്ലിം ആയിരുന്നു. ഒരു പക്ഷിയെപ്പോലെ ഒട്ടും കനമുണ്ടായിരുന്നില്ല. അവളുടെ ദേഹം വളരെ മൃദുലമായിരുന്നു, മാത്രാച്ചി പറഞ്ഞു. അതെ, അവൾ വളരെ ലോലമാണ്. അവളെ കാണുമ്പോൾ ഇളങ്കാറ്റിലാടുന്ന സൈപ്രസ് ട്രീയെ പോലെ തോന്നും. അവളുടെ പാദങ്ങൾ തൂവൽ പോലെ മൃദുലമാണ്. അവൾ പൂന്തോട്ടത്തിലൂടെ ഒഴുകി നടക്കുന്നതായാണ് തോന്നാറ്, ഇബ്രാഹിം പറഞ്ഞു. വിക്ടോറിയ ഇങ്ങനെയല്ല. നിങ്ങൾ പറയുന്നത് മറ്റേതോ പെണ്ണിനെക്കുറിച്ചാണ് ഇബ്രാഹിം, മാത്രാച്ചി പറഞ്ഞു. ഇബ്രാഹിം അയാളെ നോക്കി ചിരിച്ചു. വിക്ടോറിയ എഴുതിയ ലെറ്റർ ബോൺകുട്ട് ആഗിയെ ഏൽപ്പിക്കുന്നു. എന്നിട്ട് അയാളുടെ ചെവിയിൽ എന്തോ പറയുന്നു. സുംബുലും നിഗാറും സംസാരിച്ച് നടന്നു വരുന്നു. നിഗാർ കാഫ, നീ എപ്പോഴും ഹുറം ഹാത്തുവിൻ്റെ കൂടെയാണല്ലോ. മിക്കവാറും അവൾ നിന്നെ പൊന്നുകൊണ്ട് മൂടും. അങ്ങനെയൊന്നുമില്ല. ആരാണ് ഇങ്ങനെയെല്ലാം പറയുന്നത്? ഞാൻ എൻ്റെ ജോലി മാത്രമാണ് ചെയ്യുന്നത്. സുംബുലാക, നിങ്ങൾ ഇതൊന്നും കേട്ട് വിശ്വസിക്കരുത്, നിഗാർ പറഞ്ഞു. വിക്ടോറിയയും ബോൺകുട്ടാഗിയും സംസാരിച്ച് നിൽക്കുന്നത് അവർ കാണുന്നു. ഞാൻ ടൗണിൽ പോകുമ്പോൾ ഈ ലെറ്റർ സിഗ്നോറിനെ ഏൽപ്പിക്കാം, ബോൺകുട്ട് പറഞ്ഞു. വിക്ടോറിയ പോകുന്നു. നിഗാറും സുംബുലും അത് നോക്കി നിന്നു. സുംബുൽ ബോൺകുട്ടാഗിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ബോൺകുട്ടാക. സുംബുൽ അയാളുടെ അരയിൽ തിരുക്കി വെച്ചിരുന്ന പേപ്പർ എടുക്കുന്നു.
ഇതെന്താ ഇത്? എനിക്കറിയില്ല സുംബുലാക, ഞാൻ നോക്കിയില്ല. അതെന്താ നോക്കാഞ്ഞത്? നീ എന്താ വിയർക്കുന്നത്? ആ പെണ്ണ് നിർബന്ധിച്ചു. ഇത് കടലിൽ എറിയണമെന്ന് പറഞ്ഞു. സുംബുൽ അത് കീറി വെള്ളത്തിലിട്ടു. ഇപ്പോൾ ഞാൻ തന്നെ അത് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിവിടെ കാണരുത്. ഇവിടെ ഇതൊന്നും നടക്കില്ല. തല പോണ പരിപാടിയാണ്. മനസ്സിലായോ? അയാൾ തലയാട്ടി. ശരി, പൊക്കോ. നിഗാർ വിക്ടോറിയയെ പിടിച്ചു വലിച്ച് റൂമിൽ കൊണ്ടുവന്നു. നീ എന്താ ഇവിടെ ചെയ്യുന്നത് വിക്ടോറിയ? എന്തുപറ്റി? ഇവളെന്താ ചെയ്തത്? ആയിഷ ചോദിച്ചു. നീ നിന്റെ കാര്യം നോക്ക് ആയിഷ, നിഗാർ പറഞ്ഞു. അള്ളാഹു ആണ് സത്യം, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ കണ്ടു നീ ബോൺകുട്ടാഗിയുമായി സംസാരിക്കുന്നത്. ഞാൻ ലോണ്ടറി റൂമിൽ നിന്നും തിരികെ വരികയായിരുന്നു. ബോൺകുട്ടാകെ എന്നെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, ഞാൻ നിനക്കൊരു സമ്മാനം വാങ്ങി തരട്ടെ. അയാൾ ചോദിക്കുകയാ നിനക്ക് എന്താണ് വേണ്ടതെന്ന്. എന്നിട്ട് നീ എന്തു പറഞ്ഞു? നീ എന്തിനാ അത്തരം കാര്യങ്ങളെല്ലാം കേൾക്കാനും പറയാനും നിൽക്കുന്നത്? അവൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നിഗാർ കാഫ? അവളെ വിശ്വസിക്കരുത്. ആരും എന്നെ വിശ്വസിക്കുന്നില്ല. ആയിഷ എന്നെ നുണച്ചി എന്നാണ് വിളിക്കുന്നത്. എനിക്ക് മതിയേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, സാദിക പറയുന്നു. നോക്ക് സാദിക, ഇനി നിന്നെ ഇങ്ങനെ കണ്ടാൽ ഞാൻ നിന്നെ വെറുതെ വിടില്ല കേട്ടോ, നിഗാർ അവളുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു. അവളുടെ കയ്യിൽ മഷി പറ്റിയിരിക്കുന്നത് നിഗാർ ശ്രദ്ധിക്കുന്നു. നീ അയാൾക്ക് ലെറ്റർ എഴുതിയോ? ഇല്ല, ഞാൻ ഷേസാദ് മുസ്തഫയെ ക്ലാസ്സിൽ നിന്ന് വിളിക്കാൻ പോയപ്പോൾ പറ്റിയതാണ്. ഷേസാദ് മുസ്തഫയുടെ മാഷ് അവിടെ തലകറങ്ങി വീണു. ഞാൻ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തു. കൈ കഴുകിയതാണ്, പക്ഷെ പോയില്ല. ശരി, നീ കരയണ്ട. ഇവിടെ നിൽക്കുമ്പോൾ സൂക്ഷിച്ച് നിൽക്കണം. ഇനി എപ്പോഴും നിന്റെ മേലെ എൻ്റെ ഒരു കണ്ണുണ്ടാവും. നിഗാർ ഇറങ്ങിപ്പോകുന്നു. ആയിഷ അവളെ നോക്കി. ഹുറവും ഗുൽനിഹാലും കുഞ്ഞുങ്ങളുമായി ഇരിക്കുന്നു. ഹുറം ഷേസാദ് മുഹമ്മദിനോട് പറയുന്നു. ഷേസാദ്, നിന്റെ ബാബ വരികയാണ്. നമ്മുടെ കുടുംബം വീണ്ടും ഒന്നിക്കുന്നു. സുൽത്താൻ സുലൈമാൻ ഈ ലോകം മുഴുവൻ നമ്മുടെ കാൽക്കൽ കൊണ്ടുവന്ന് വയ്ക്കും. ഹുറം ഗുൽനിഹാലിനെ നോക്കി. അവൾ മൈൻഡ് ചെയ്തില്ല. നിഗാർ ഹരത്തിലേക്ക് വരുന്നു. എല്ലാവരും വാ, നിഗാർ വിളിച്ചു. ഒരു പെട്ടി കൊണ്ടുവന്ന് വെച്ചു. ഇതെന്താണ് നിഗാർ കാഫ? നിങ്ങൾക്കുള്ള സമ്മാനങ്ങളാണ്, ആവശ്യമുള്ളതെടുക്കാം. ആരാ ഇത് തന്നുവിട്ടത്? ഞാൻ തന്നുവിട്ടതാണ്. ഹുറം അങ്ങോട്ട് വരുന്നു. ആർക്കും സന്തോഷമുണ്ടായില്ല. ആയിഷ തിരിഞ്ഞു പോയി. എല്ലാവരും മടിച്ചു നിൽക്കുന്നു. വാ, വന്നെടുത്തോ, ഹുറം വീണ്ടും പറഞ്ഞു. ഒരു പെണ്ണ് പതുക്കെ മുന്നോട്ട് വരുന്നു. പെട്ടി തുറന്നപ്പോൾ ബാക്കിയുള്ളവരും വന്നു നോക്കി. ആയിഷ ഇഷ്ടപ്പെടാത്തത് പോലെ നോക്കി. സുൽത്താൻ സുലൈമാൻ ഹരത്തിലേക്ക് വരുന്നു. വാലിദ, സുലൈമാൻ അവരുടെ കൈമുത്തി. അള്ളാ, നന്ദി, എൻ്റെ സിംഹത്തെ ഒരപകടവും പറ്റാതെ ഇങ്ങോട്ടേക്ക് തിരിച്ചെത്തിച്ചതിന്. വളരെ ദുഃഖകരമായൊരു വാർത്തയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതെ, ഞാൻ മരണത്തെ പലവട്ടം മുഖാമുഖം കണ്ടു, പക്ഷെ രക്ഷപ്പെട്ടു. നിങ്ങളുടെ പ്രാർത്ഥനയാണ് എന്നെ രക്ഷിച്ചത്. പക്ഷെ ഇബ്രാഹിമിന് പരിക്ക് പറ്റി. അവനാണ് എന്നെ രക്ഷിച്ചത്. ഇപ്പോൾ അവന് പ്രശ്നമൊന്നുമില്ല, എല്ലാം മാറി. ഹദീജ സുൽത്താനയ്ക്ക് ആശ്വാസമായി. ഹദീജ, സുലൈമാൻ കൈനീട്ടി. അവൾ മുത്തം വെച്ചു. സുലൈമാൻ മാഹിദേവരാന് നേരെ കൈനീട്ടി. അവളും സന്തോഷത്തോടെ മുത്തം വെച്ചു. മുസ്തഫ, എൻ്റെ പൊന്നു സിംഹക്കുട്ടി, നീ വലുതായി, സുലൈമാൻ അവനെ എടുത്തുകൊണ്ട് പറഞ്ഞു. ബാബയും വലുതായി. സുലൈമാൻ അവനെ മുത്തം വെച്ചു. ഹുറം ഹാത്തുൻ പ്രസവിച്ചു. എനിക്കറിയാം, നീ അറിഞ്ഞിട്ടുണ്ടാവും, വാലിദ സുൽത്താന പറഞ്ഞു. പുതിയ ഷേസാദ് വന്നോ? അത് ഷേസാദല്ല, അതൊരു ഗേളാണ്. എൻ്റെ അനിയത്തിയെ കാണാൻ നല്ല ഭംഗിയുണ്ട്, ഷേസാദ് മുസ്തഫ പറഞ്ഞു. മാഹിദേവരൻ ചിരിച്ചു. ഹുറം എല്ലാവർക്കും സമ്മാനങ്ങൾ കൊടുക്കുന്നു. സാദിക അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിന്നിരുന്നു. ആയിഷയെ കണ്ട ഹുറം ഒരു ഡ്രസ്സ് എടുത്ത് കാണിച്ചിട്ട് പറയുന്നു. ആയിഷ, ഇന്നാ, ഇത് നിനക്കാണ്. നീ എന്തിനാ ഇതൊക്കെ തരുന്നത്? സുൽത്താൻ സുലൈമാൻ തിരിച്ചെത്തുകയാണ്. അള്ളാഹു അദ്ദേഹത്തെ കാത്തുരക്ഷിച്ചു. എൻ്റെ സന്തോഷം എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന് തോന്നി. സാദിക ശ്രദ്ധിച്ചു നിന്നു. നീ പെട്ടെന്നൊരു മാലാഖിയായി മാറിയോ? ആയിഷ ചോദിച്ചു. ഹുറം ആ ഡ്രസ്സുമായി ആയിഷയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അത് അവളുടെ കഴുത്തിലിട്ട് കൊടുത്തിട്ട് പറയുന്നു. എനിക്ക് സമാധാനം വേണം. നമുക്ക് എല്ലാ ദേഷ്യവും വഴക്കും അവസാനിപ്പിക്കാം. നിങ്ങളോടൊക്കെ നന്നായി കൂട്ടുകൂടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ആയിഷയെ നോക്കി പറഞ്ഞു. എന്നിട്ട് തിരിഞ്ഞെല്ലാവരോടുമായി പറയുന്നു. ഇന്ന് രാത്രി നമുക്കൊരു പാർട്ടി വയ്ക്കാം. പാട്ടും നൃത്തവും ഒക്കെയായി ആഘോഷിക്കാം. നിഗാർ അങ്ങോട്ട് വരുന്നു. ഹുറം ഹാത്തൂൻ, ഇൻക്യാരം വന്നിട്ടുണ്ട്. അദ്ദേഹം വാലിദ സുൽത്താനയെ കാണുകയാണ്. ശരിക്കും വന്നിട്ടുണ്ടോ? അവർ എന്നോട് പറഞ്ഞത് അദ്ദേഹം നാളെ വരുമെന്നാണല്ലോ. സത്യം പറ, ഹുറം വിശ്വസിക്കാനാവാതെ ചോദിച്ചു. ശരിക്കും വന്നിട്ടുണ്ട്. ഹുറം സന്തോഷത്തോടെ ഓടി ചെല്ലുന്നു. സുലൈമാൻ മെഹ്റുമ സുൽത്താനയെ കാണുകയായിരുന്നു. ഹുറം അങ്ങോട്ടേക്ക് എത്തുന്നു. ഒച്ച കേട്ട് അയാൾ അവളെ നോക്കി. സുലൈമാൻ. അവൾ അവിടെ നിന്നിരുന്ന ഗുൽനിഹാലിനെ നോക്കി. അവൾ അവിടുന്ന് മാറി. ഹുറം അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് അയാളുടെ വസ്ത്രത്തിൽ ചുംബിച്ചു. എൻ്റെ സുൽത്താനെ, ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. എന്നെക്കൊണ്ട് അങ്ങേക്കൊരു ഷേസാദിനെ തരാനായില്ല. ഇതൊരു പെൺകുട്ടിയാണ്. എനിക്ക് എൻ്റെ വാക്ക് പാലിക്കാനായില്ല. എണീക്ക്, സുലൈമാൻ പറഞ്ഞു. എനിക്ക് അങ്ങയുടെ മുഖത്ത് നോക്കാനാവുന്നില്ല. നിന്നോട് എണീക്കാനാ പറഞ്ഞത്. ഹുറം എണീറ്റു. മടിച്ച് നോക്കുന്നു. സുലൈമാൻ അവളുടെ കവളിൽ തൊട്ടു. അവളെ നോക്കി ചിരിച്ചു. എന്നിട്ടൊരു പ്രണയ കവിത പാടുന്നു. ഇത് മുഹിബിയുടെ കവിതയാണോ?
അല്ല, ഇത് വാലിദ ഹഫ്സ സുൽത്താനയുടെ സൗന്ദര്യം വർണ്ണിച്ചുകൊണ്ട് എൻ്റെ ബാബ സുൽത്താൻ സലിം ഖാൻ എഴുതിയ കവിതയാണ്. അദ്ദേഹം തീർച്ചയായും വാലിദ സുൽത്താനെ ഒരുപാട് സ്നേഹിച്ചിരിക്കും. അതുകൊണ്ടാണ് ഇത്രയും മനോഹരമായ കവിത എഴുതാൻ സാധിച്ചത്. ഹുറം പറഞ്ഞു. മെഹ്റിമ. എൻ്റെ വാലിദ അവൾക്ക് മനോഹരമായ പേര് തന്നെ കൊടുത്തു. സുലൈമാൻ കുഞ്ഞിനെ എടുക്കുന്നു. എൻ്റെ മോളും അവളുടെ അമ്മയെപ്പോലെ സുന്ദരിയാണ്. എന്നിട്ട് അവളെ മുത്തം വെച്ചു. സുലൈമാൻ, നിങ്ങൾക്ക് ഇവളെ ഇഷ്ടമാണോ? പിന്നെ ഇവളും എൻ്റെ മോളല്ലേ? എനിക്ക് എൻ്റെ മക്കളെല്ലാവരും ഒരുപോലെയാണ്. ഇവളും എൻ്റെ ചോരയാണ്, ജീവൻ്റെ ജീവനാണ്. എന്നിട്ട് ഹുറത്തിൻ്റെ മുഖത്ത് നോക്കി പറയുന്നു, ഇവൾ ഞാൻ സ്നേഹിക്കുന്ന സ്ത്രീയുടെ ഭാഗമാണ്. ഹുറത്തിന് സന്തോഷമായി. സുലൈമാൻ കുഞ്ഞിനെ ഒന്നുകൂടി ഉമ്മ വെച്ചിട്ട് ഹുറത്തിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. എന്നിട്ട് പോകുന്നു. പോവുകയാണോ? ഇപ്പോൾ പോകല്ലേ. എനിക്ക് നിങ്ങളെ കണ്ട് മതിയായില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി തീർക്കാനുണ്ട്. അവൾ തലയാട്ടി. നിഗാർ കാഫ് ഇബ്രാഹിമിനോട് പറയുന്നു. ഇൻക്യാരത്തിൻ്റെ ബോട്ട് മുങ്ങി അദ്ദേഹം മരണപ്പെട്ടു എന്ന വാർത്ത കേട്ട് ഹരത്തിൽ എല്ലാവരും ഒരുപാട് വിഷമിച്ചു. ഇൻക്യാരത്തെയും ഇബ്രാഹിം ആകെയും ഇവിടെ എല്ലാവരും ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. നിങ്ങളെ രക്ഷിച്ചതിന് അള്ളാഹുവിനോട് നന്ദി പറയുന്നു. പിന്നെ ഹുറം ഹാത്തൂൻ പ്രസവിച്ചു. ഒരു സുൽത്താനയാണ്. ഇതൊരു ഷേസാദാണെന്ന് പറഞ്ഞായിരുന്നു അവളിവിടെ നടന്നിരുന്നത്. ഹദീജ സുൽത്താന സുഖമായിരിക്കുന്നോ? ഇബ്രാഹിമിൻ്റെ പെട്ടെന്നുള്ള ചോദ്യം കേട്ട് നിഗാർ ഒരു നിമിഷം ഒന്ന് നിന്നു. അതെ, സുൽത്താന സുഖമായിരിക്കുന്നു. പക്ഷേ സുൽത്താനെ വിവാഹം കഴിക്കാൻ പോകുന്ന മുഹമ്മദ് സലബിക്ക് പെട്ടെന്ന് പാടില്ലാതെയായി. അദ്ദേഹം ഷേസാദ് മുസ്തഫയുടെ ക്ലാസ്സിൽ തലകറങ്ങി വീണു. ഇപ്പോൾ വിശ്രമത്തിലാണ്. ഷേസാദ് മുസ്തഫയ്ക്ക് വേണ്ടി വേറെ ടീച്ചറെ അറേഞ്ച് ചെയ്തു. അദ്ദേഹത്തിന് എന്തു പറ്റി? അവർ പറയുന്നത് ഇതൊരു ജലദോഷമാണെന്നാണ്. പക്ഷേ ഒരു ജലദോഷം വന്നാൽ എങ്ങനെയാണ് തലകറങ്ങി വീഴുന്നത്? അള്ളാ, മറ്റൊന്നും ഉണ്ടാവരുതേ, നിഗാർ പറഞ്ഞു. ഇബ്രാഹിം ഒന്നും മിണ്ടിയില്ല. പക്ഷേ അയാളുടെ മുഖത്തൊരു ചെറു പുഞ്ചിരി ഉണ്ടായിരുന്നു. ഇബ്രാഹിം മുഹമ്മദ് സലബിയെ കാണാൻ അയാളുടെ വീട്ടിലേക്ക് എത്തുന്നു. ഇബ്രാഹിം വന്നിരിക്കുന്നു എന്നൊരു പെണ്ണു വന്ന് പറയുന്നു. ശരി, അദ്ദേഹത്തോട് വരാൻ പറയൂ, അമ്മ പറഞ്ഞു. അമ്മ, എന്നെ കണ്ടാൽ അസുഖം വന്നതുപോലെയുണ്ടോ? നിന്നെ കണ്ടാൽ ഒരു പ്രശ്നവുമില്ല മോനെ. നീ നന്നായിരിക്കുന്നു. നീ നല്ല ഉഷാറോടെ നിൽക്ക്. അയാൾ തലയാട്ടി. ഇബ്രാഹിം അങ്ങോട്ട് കയറി വരുന്നു. എണീക്കാൻ പോയ അയാളോട് പറയുന്നു. വേണ്ട, റെസ്റ്റ് എടുത്തോളൂ. വരൂ ഇബ്രാഹിം ആക, ഇരിക്കൂ, അമ്മ പറഞ്ഞു. വിജയിച്ച് തിരിച്ചെത്തി ഇൻക്യാരത്തെ സ്വീകരിക്കാൻ ഞാനും അവിടെ ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ അയാൾക്ക് ചുമ വരുന്നു. സാരല്ല, നിങ്ങൾ നന്നായി റെസ്റ്റ് എടുക്കൂ. നിങ്ങളുടെ അസുഖം വേഗം മാറട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. തീർച്ചയായും ഇബ്രാഹിം ആക, അവൻ നന്നായി ബെറ്റർ ആയിട്ടുണ്ട്. അവൻ്റെ അസുഖം പെട്ടെന്ന് മാറും, അമ്മ പറഞ്ഞു. ഷേസാദ് മുസ്തഫയുടെ വിട്ടുപോയ പാഠങ്ങൾ ഞാൻ വന്നിട്ട് നോക്കാം. അയാൾക്ക് വീണ്ടും ചുമ വരുന്നു. മൂക്കിൽ നിന്ന് വന്ന ബ്ലഡ് ഒരു തുണിയിൽ തുടച്ചു. എന്നിട്ട് വേഗം എടുത്തു മാറ്റി. ഇബ്രാഹിം അത് ശ്രദ്ധിക്കുന്നു. ഒട്ടും വിഷമിക്കേണ്ട, അസുഖം നന്നായി മാറിയിട്ട് വന്നാൽ മതി, ഇബ്രാഹിം പറഞ്ഞു. വിവാഹത്തിനുള്ള ഒരുക്കങ്ങളും നടക്കുന്നുണ്ട്. ഇൻക്യാരം തിരികെ എത്തിയില്ലേ? ഇനി പെട്ടെന്ന് തന്നെ വിവാഹമാകാമല്ലോ, അമ്മ പറഞ്ഞു. ഇബ്രാഹിം തലയാട്ടി. ഹദീജ സുൽത്താനെ ഞാൻ അന്വേഷിച്ചു എന്ന് പറയണം. അയാൾ വീണ്ടും ചുമയ്ക്കുന്നു. ബ്ലഡ് ചുണ്ടിൽ പറ്റിയിരിക്കുന്നത് കണ്ട് ഇബ്രാഹിം ശ്രദ്ധിച്ചു. അമ്മ അത് വേഗം തുടച്ചു കളഞ്ഞു. ശരി, ഞാൻ പോയി വരാം. ഇബ്രാഹിം അവിടെ നിന്ന് ഇറങ്ങുന്നു. ഇബ്രാഹിം ഗുൽഫാമിനെ വിളിപ്പിക്കുന്നു. ഗുൽഫാം ഹാത്തൂൻ, എനിക്ക് അത്യാവശ്യമായ ഹദീജ സുൽത്താനെ കാണണം. ഇന്ന് രാത്രി സുൽത്താനെ ഫിഗ്മാര തോട്ടത്തിൽ കൊണ്ടുവരണം. സുൽത്താന വാലിദ സുൽത്താനയുടെ കൂടെയാണ്. ഇന്ന് തന്നെ കൊണ്ടുവരണം. നാളേക്ക് വയ്ക്കാൻ പറ്റില്ല. ശരി, ഗുൽഫാം തലയാട്ടിയിട്ട് പോകുന്നു. സുൽത്താൻ സുലൈമാനെ കാണാൻ ഗ്രാൻഡ് വിസിയർ പീരിപ്പാഷ വരുന്നു. ഇൻക്യാരം എന്നെ വിളിപ്പിച്ചു എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. എന്താ ലേറ്റായത്? ഞാൻ കൗൺസിൽ മീറ്റിങ്ങിലായിരുന്നു. പാഷമാർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. സുലൈമാൻ തലയാട്ടി. എന്നിട്ട് ഗാർഡ്സിനോട് പറയുന്നു. ഡോർ അടച്ചോ, ആരെയും ഉള്ളിലേക്ക് വിടണ്ട, ഇബ്രാഹിമിനെയും. ഇരിക്കു പീരിപ്പാഷ. പീരിപ്പാഷ സംശയത്തോടെ ഇരിക്കുന്നു. നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്. ഇബ്രാഹിം അയാളുടെ ചേംബറിലിരുന്ന് ഇറ്റാലിയൻ മഹാകവി ഡാൻ്റെ അലിഗേരിയുടെ വിശ്വവിഖ്യാത മഹാകാവ്യം ദ ഡിവൈൻ കോമഡി വായിക്കുകയായിരുന്നു. എന്നിട്ട് ഒരു പേപ്പർ എടുത്ത് എഴുതുന്നു. ഞാനിപ്പോൾ സ്വർഗത്തിനും നരകത്തിനും ഇടയിലാണുള്ളത്. എൻ്റെ പാപങ്ങൾ കഴുകിക്കളയുകയാണ്. എൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കുകയാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. നിങ്ങളുടെ മുഖം കാണുമ്പോൾ സ്വർഗവാതിൽ എൻ്റെ മുന്നിൽ തുറന്നിട്ടിരിക്കുന്നതായി തോന്നുന്നു. എന്നിൽ അതിയായ ആനന്ദം നിറയുന്നു. നിങ്ങളിൽ നിന്നും ദൂരെയായിരിക്കുമ്പോൾ നരകത്തിൻ്റെ അഗ്നിജ്വാല എന്നെ മാടി വിളിക്കുന്നതായി തോന്നുന്നു. എൻ്റെ ആത്മാവ് എരിയുകയാണ്. ഇബ്രാഹിം സമയം നോക്കുന്നു. എന്നിട്ട് റൂമിൽ നിന്നും വേഗത്തിൽ പുറത്തേക്കിറങ്ങുന്നു. ഹുറം ഹരത്തിൽ പാർട്ടി നടത്തുകയായിരുന്നു. പെണ്ണുങ്ങൾ പാട്ടുപാടി നൃത്തം ചെയ്തു. ഹുറവും അവരോടൊപ്പം കൂടി. സുംബുലാക അങ്ങോട്ട് വരുന്നു. എന്നിട്ട് നോക്കി നിൽക്കുന്നു. ഹുറം അയാളെ ഒന്ന് നോക്കിയിട്ട് ഡാൻസ് തുടർന്നു. ഗുൽഫാം ഇബ്രാഹിം പറഞ്ഞ കാര്യം ഹദീജ സുൽത്താനോട് പറയുന്നു. അത് വേണ്ട ഗുൽഫാം, ഞാനിപ്പോൾ മറ്റൊരാളെ വിവാഹം ചെയ്യാൻ പോവുകയാണ്. ഇബ്രാഹിമിനെ വീണ്ടും കാണാനുള്ള മാനസികാവസ്ഥയിലല്ല. സുൽത്താന, ഇബ്രാഹിം പറഞ്ഞു അത്യാവശ്യ കാര്യം പറയാനാണ്. അത് ഇന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്.
എന്തെങ്കിലും അത്യാവശ്യമാവും. പിന്നീട് അതേപ്പറ്റി ഓർത്തിട്ട് കാര്യമില്ല. ഖദീജ സുൽത്താന ഒന്ന് ആലോചിച്ച് നിൽക്കുന്നു. ഇബ്രാഹിം ഫിഗ്മര തോട്ടത്തിലുണ്ടായിരുന്നു. അവർ അവിടെ വെച്ച് കാണുന്നു. ഗുൽഫം കുറച്ച് മാറി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി നിന്നു. എൻ്റെ സുൽത്താന, ഇബ്രാഹിം കുമ്പിട്ടുകൊണ്ട് പറഞ്ഞു. നിങ്ങളെ ഒന്ന് കാണാനായി ഞാൻ ഒരുപാട് നാളായി ആഗ്രഹിക്കുന്നു. നിങ്ങളെ കാണുമ്പോൾ ഞാൻ സ്വർഗത്തിലാണെന്ന് തോന്നുന്നു. ഇതൊക്കെ ഒരിക്കലും യാഥാർത്ഥ്യമാകാത്ത ഒരു സ്വപ്നം മാത്രമാണ്. ഇത് നമ്മുടെ അവസാന കൂടിക്കാഴ്ചയാണ് ഇബ്രാഹിം. നീ നിന്റെ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നു. പക്ഷെ ഞാൻ എന്നേ മരിച്ചു കഴിഞ്ഞു, ഖദീജ സുൽത്താന പറഞ്ഞു. വാലിദ സുൽത്താന വിവാഹത്തിനുള്ള തുണികളും ആഭരണങ്ങളും സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഖദീജയെ വിളിക്കാൻ പറയുന്നു. ദായ ഖാത്തുൻ ഖദീജ സുൽത്താനയെ വിളിക്കാൻ പോയി. കുറച്ചു കഴിഞ്ഞ് വന്നിട്ട് പറയുന്നു, സുൽത്താന ചേംബറിലില്ല. ഈ രാത്രി അവൾ എവിടെ പോയി? എവിടെയാണെങ്കിലും കണ്ടുപിടിച്ചു കൊണ്ടുവാ. ദായ ഖാത്തുൻ പോയി. സുൽത്താൻ സുലൈമാനും പീരിപ്പാശയും സംസാരിച്ചു കഴിഞ്ഞു. പീരിപ്പാശ കുമ്പിട്ടിട്ട് ഇറങ്ങിപ്പോയി. ഗാർഡ്സ്, ഇബ്രാഹിം ഉണ്ടോ പുറത്ത്? സുലൈമാൻ ചോദിച്ചു. ഇല്ല. ഇബ്രാഹിം ആകെയെ വിളിക്കണോ? വേണ്ട, ഞാൻ തന്നെ പൊയ്ക്കോളാം. സുലൈമാൻ ഇബ്രാഹിമിൻ്റെ റൂമിലേക്ക് ചെല്ലുന്നു. അവിടെ ഇബ്രാഹിം ഉണ്ടായിരുന്നില്ല. ഇബ്രാഹിമിൻ്റെ ടേബിളിൽ ഇരുന്ന പേപ്പർ കണ്ട സുലൈമാൻ അതെടുത്ത് വായിക്കുന്നു. ക്യാമ്പിൽ വെച്ച് നടന്ന പഴയ കാര്യം ഓർക്കുന്നു. എന്നിട്ട് അതുമായി അയാളുടെ ചേംബറിലേക്ക് തിരികെ വന്നു. ഗാർഡ്സ്, ഇബ്രാഹിമിനെ കൊണ്ടുവാ. അവൻ എവിടെയാണെങ്കിലും ഇപ്പോൾ തന്നെ ഇവിടെ കൊണ്ടുവരണം. ഗാർഡ്സ് വരുന്നത് കണ്ട ഗുൽഫാം പറയുന്നു. സുൽത്താന, ആരോ ഇങ്ങോട്ട് വരുന്നുണ്ട്. നിങ്ങൾ മാറി നിന്നു. ഖദീജ സുൽത്താനയും ഗുൽഫമും മരത്തിന് പുറകിലേക്ക് മാറി നിന്നു. ഇബ്രാഹിം ആകാ, ഇൻക്യാരൻ നിങ്ങളെ വിളിക്കുന്നുണ്ട്. ശരി, നിങ്ങൾ പൊക്കോ, ഞാൻ വന്നേക്കാം. അവർ അവിടെ തന്നെ നിന്നു. ശരി, ഞാൻ വന്നേക്കാം. ഇൻക്യാരം ഇപ്പോൾ തന്നെ കൊണ്ടുചെല്ലാൻ പറഞ്ഞു. അവർ ഇബ്രാഹിമിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു. അത് കണ്ട ഖദീജ സുൽത്താന കരഞ്ഞുകൊണ്ട് പറയുന്നു. ഞാൻ കാരണമാണിത് സംഭവിച്ചത്. അവർ ഇബ്രാഹിമിനെ കൊന്നുകളയും. അല്ല, എൻ്റെ തെറ്റാണ്. നിഗാർ കാഫയും പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നു. ഇവിടെ എന്താ നിഗാർ കാഫ? ഹുറം പാർട്ടി നടത്തുന്നതാണ്. ഇൻക്യാരൻ തിരികെ എത്തിയതിന്. ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്നോട് പറഞ്ഞത് സുംബുലാഗിയോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. എന്നോടാരും ഒന്നും പറഞ്ഞില്ല. മാഹിദേവരാൻ സുൽത്താൻ അങ്ങോട്ട് കയറി വരുന്നു. ഹുറത്തെ കണ്ട് അവരുടെ മുഖം മാറി. നിർത്ത്, മാഹിദേവരാൻ പറഞ്ഞു. എല്ലാവരും നിർത്തി. എന്തിനാ നിർത്തുന്നേ? ഞങ്ങൾ തുടങ്ങിയതേ ഉള്ളൂ. നിങ്ങൾ ഡാൻസ് ചെയ്തോ? ഹുറം പറഞ്ഞു. പെണ്ണുങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. ഹുറം വീണ്ടും പറയുന്നു. അവർ ഡാൻസ് തുടങ്ങി. ഹുറവും മാഹിദേവരാനും പരസ്പരം നോക്കി നിൽക്കുന്നു. സുംബുലും നിഗാർ കാഫയും എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നിന്നു. ഗാർഡ്സ് ഇബ്രാഹിമിനെ കൊണ്ടുവന്ന് സുലൈമാൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിർത്തി. ഇബ്രാഹിം പേടിച്ച് നോക്കുന്നു. ഇൻക്യാരം, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? സുലൈമാൻ ഒന്നും മിണ്ടാതെ അവനെ നോക്കി. ഇൻക്യാരം, ഞാൻ... സുലൈമാൻ ഒന്നും പറയണ്ട എന്ന രീതിയിൽ കൈ കാണിച്ചു. ഇത് പോകാവുന്നതിൻ്റെ മാക്സിമം പോയി കഴിഞ്ഞു പാർഗളി, സുലൈമാൻ പറഞ്ഞു.